മാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിടം മാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിടം മാനിച്ചിടാം. പോരുമോ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ കൂട്ടത്തിലിരിക്കുന്നത് KCCNA ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് മിസ്റ്റർ ഷീൻസ് ആകശാല, അതുപോലെ തന്നെ ഷീൻസിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ടോമി ഞാക്കരപ്പുറത്ത്, ഇപ്പോൾ അടുത്ത KCCNA പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്നു. ഇവരോട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനുകൾ ചോദിക്കാം. അതുപോലെ തന്നെ നമുക്കുള്ള ഒത്തിരി സംശയങ്ങളും ഇവരിൽ നിന്ന് ആൻസർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഷീൻസ്, നിങ്ങൾ ഇപ്പോഴത്തെ KCCNA പ്രസിഡൻ്റാണ്. അപ്പോൾ ഈ KCCNA എന്ന് പറയുന്ന സംഘടനയുടെ പ്രത്യേക അതുകൊണ്ട് എന്താണ് ഇവിടുത്തെ ജ്ഞാനായ സമൂഹത്തിന് കൊടുക്കാമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതും ഇത്രയും നാളും കൊടുത്തുകൊണ്ടിരിക്കുന്നതും? KCCNA എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് 25 കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങുമ്പോൾ അമേരിക്കയിലുള്ള ജ്ഞാനായക്കാരെ എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ്. അന്ന് 3-4 അസോസിയേഷനുകളെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ഇന്നത് 20 അസോസിയേഷനുകളായിട്ട് വളർന്ന് എല്ലാ സ്ഥലങ്ങളിലുമുള്ള ജ്ഞാനായക്കാരെ ഒന്നിച്ച് കൊണ്ടുവരാൻ 2 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒന്നിച്ച് കൊണ്ടുവരാനുള്ളൊരു വേദി KCCNA ഒരുക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജ്ഞാനായ സമുദായത്തിൻ്റെ തനിമ നിലനിർത്താൻ സാധിക്കും അസോസിയേഷനുകളിൽ കൂടി. അത് ഇന്ന് മറ്റ് നമ്മളുടെ സഭാ സംവിധാനങ്ങളിൽ അതിനുള്ള ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് സമുദായ സംഘടനകൾ കൂടി മാത്രമേ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ സമുദായത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ യുവജനങ്ങളിലാണ്. ഇന്ന് KCCNA പ്രവർത്തനങ്ങളിലൂടെ യുവജനങ്ങളെ കൂടുതൽ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. KCYLNAയും അതുപോലെ തന്നെ യുവജനങ്ങളുടെ പ്രാതിനിധ്യം KCCNA കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റിയുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള നിലനിൽപ്പിന് KCCNAക്ക് ധാരാളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അത് സാധിക്കുന്നത് തനിമ നിലനിർത്തുന്നതിലൂടെയും അതുപോലെ കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ യുവജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതിലുമാണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ, ഇപ്പോൾ അമേരിക്കയിൽ ജ്ഞാനായ സമുദായം ഒരു പ്രതിസന്ധിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പ്രതിസന്ധി എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാം. ജ്ഞാനായ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ പ്രതിസന്ധി തുടങ്ങുന്നത് 1986-ലാണ്. അന്ന് റോമിൽ നിന്ന് ഒരു പ്രത്യേക ഉത്തരവ് ഷിക്കാഗോയിലെ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഷിക്കാഗോ കാർഡിനലിന് അയച്ചു കൊടുക്കുകയും ഷിക്കാഗോയിൽ അന്ന് നമ്മളുടെ ട്രഡീഷൻ അനുസരിച്ചുള്ള എൻഡോഗമസ് ആയിട്ടുള്ള പള്ളികൾ അല്ലെങ്കിൽ മിഷനുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് റോമിൽ നിന്നൊരു ഉത്തരവ് വന്നതിൻ്റെ പേരിലാണ് അമേരിക്കയിലെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ആ പ്രശ്നങ്ങൾക്ക് നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പോൾ അതിനാൽ വന്ന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ 2001 അമേരിക്കയിൽ സീറോ മലബാർ രൂപത സ്ഥാപിതമായപ്പോൾ അതിൽ രൂപത ക്രിയേറ്റ് ചെയ്ത ഡിക്രിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു 1986 ഇറക്കിയ റിസ്ക്രിപ്റ്റിനനുസൃതമായിരിക്കണം അമേരിക്കയിൽ സ്ഥാപിക്കപ്പെടുന്ന ജ്ഞാനായ പള്ളികളെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അമേരിക്കയിലെ ജ്ഞാനായ പള്ളികൾ നമ്മുടെ കോട്ടയം രൂപതയിലെ പോലെ എൻഡോഗമസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ്. അതിനൊരു സൊല്യൂഷൻ ഇതുവരെ ആയിട്ടില്ല. അതിന് സൊല്യൂഷൻ ആയാൽ ഒരു പക്ഷേ ഇന്ന് കാണുന്ന ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ആ ഒരു ഡിഫറൻസ് ഓഫ് മെമ്പർഷിപ്പ് ക്രൈറ്റീരിയ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ധാരാളം ആൾക്കാർ നോൺ എൻഡോഗമസ് ആയിട്ടുള്ള പള്ളികളെ കാണുമ്പോൾ അതും സീറോ മലബാർ പള്ളികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനുകളിലാണ് ഈ പ്രതിസന്ധി ആക്ച്വലി മുമ്പോട്ട് പോകുന്നത്. ടോമി ഞാക്കരപ്പുറത്ത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പോൾ ഈ വരുന്ന ഇലക്ഷനിൽ നിങ്ങൾ KCCNA പ്രസിഡൻ്റ് ആവുകയാണെങ്കിൽ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്? നമ്മൾ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് എല്ലാ തലങ്ങളിലും, അതായത് സംഘടനാ തലത്തിലും സ്വഭാവപരമായ കാര്യങ്ങളിലും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല. അത് കാരണം അടുത്ത കാലത്തുണ്ടായ വിളംബരങ്ങളുടെ വെളിച്ചത്തിൽ സംഘടനകളിൽ മാത്രമേ നമുക്ക് മെമ്പർഷിപ്പ് ഉള്ളൂ, നമ്മുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാനുള്ള ഒരവസരം നമുക്കിപ്പോൾ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സംഘടനാപരമായ വളർച്ച നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജ്ഞാനായക്കാരുടെ എൻഡോഗമസ് ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ആ സംഘടനാ തലത്തിൽ മാത്രമേ ഇപ്പോൾ വ്യക്തതയുള്ളൂ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംഘടനകളുടെ വളർച്ച. ഓക്കെ.
അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. അത് അമേരിക്കയിൽ മാത്രമല്ല, കോട്ടയം രൂപതയുടെ അധികാര പരിധിക്ക് പുറത്ത്, കോട്ടയം രൂപതയുടെ അധികാര പരിധി എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ അധികാര പരിധിക്കകത്താണ്. അതായത് കേരളത്തിലും കർണാടകത്തിൻ്റെ കുറച്ച് തെക്ക് ഭാഗങ്ങളിലും പിന്നെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ഭാഗത്തുള്ള ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ സംഘടനകൾ കൂടി മാത്രമേ ഇന്ന് നമുക്ക് ക്നാനായ സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം റോമിൽ നിന്ന് 2005 6 അങ്ങോട്ട് കാലങ്ങളിൽ വന്ന ഒരു ഓർഡർ അനുസരിച്ച്, വർക്കപിതാവിൻ്റെ സമയത്ത് വർക്കപിതാവിൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു ഓർഡർ അനുസരിച്ച് കോട്ടയം രൂപതയുടെ അധികാര പരിധിക്കും പുറത്തല്ല എൻഡോഗമസ് നേച്ചറിലുള്ള പള്ളികൾ സ്ഥാപിക്കാൻ ഇനി മുമ്പോട്ട് സാധിക്കില്ല എന്നുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്കുള്ളത്. അത് നമ്മൾ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സഭാ സംവിധാനത്തിൽ ക്നാനായക്കാരുടെ ഐഡൻറ്റിറ്റി കാലക്രമേണ ഇല്ലാതാകും. അതിൻ്റെ അർത്ഥം കാലക്രമേണ ഈ ക്നാനായ സമുദായം എന്ന് പറയുന്ന ഒരു ചരിത്രമാവുമെന്ന് ചുരുക്കം. അത് സംഘടനകളില്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയാവും. സംഘടനകൾ കൂടി മാത്രമേ ഉള്ളൂ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ടോമി നേക്കർപുറത്തിനോട്ട് ആ ചോദ്യം ഒന്നും കൂടെ ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ പ്രസിഡൻ്റ് ആകുവാണെങ്കിൽ ഈ ഇഷ്യൂവിനെ എങ്ങനെ മാനേജ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്? ലോക്കൽ യൂണിറ്റുകൾ വഴിയായി ബോധവൽക്കരണം നടത്തുക, സംഘടനകൾക്ക് മുമ്പോട്ട് പോകുന്നതിൻ്റെ ആവശ്യം മെമ്പേഴ്സിനെ മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, പള്ളികളിൽ നമുക്ക് മെമ്പർഷിപ്പിനുള്ള ക്രൈറ്റീരിയ പോലും ഇല്ല, വ്യക്തതയില്ല. അതില്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ സംഘടനകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സമുദായത്തിന് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു സംശയം പറയട്ടെ. ഈ പള്ളികളിൽ വ്യക്തത ഇല്ല എന്നല്ല, പള്ളികളിൽ വ്യക്തത ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എല്ലാ ക്നാനായ പള്ളികളും, ഈ നോർത്ത് അമേരിക്കയിലുള്ള പള്ളികളും അത് റൺ ചെയ്യുന്നത് സീറോ മലബാർ ബൈലോസ് അനുസരിച്ചാണ്. അപ്പോൾ സീറോ മലബാർ ബൈലോസിൽ പറഞ്ഞ പ്രകാരമുള്ള മെമ്പർഷിപ്പ് ക്രൈറ്റീരിയയാണ് ക്നാനായ പള്ളികളും അത് പാലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഈ സീറോ മലബാർ പള്ളികളും ക്നാനായ പള്ളികളും ഒരു ബൈലോയാണ് ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നത്. അതുതന്നെയാണ് നമ്മുടെ മുഖ്യമായ പ്രശ്നം. അപ്പോൾ തീർച്ചയായിട്ടും ക്നാനായക്കാർക്ക് വേണ്ടി മാത്രം അവിടെ ഒരു ബൈലോ എഴുതി കൊണ്ടുവന്നാലേ ഉള്ളൂ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുള്ളൂ. അതായത് ക്നാനായക്കാരുടെ പള്ളി എൻഡോഗമി പാലിച്ചുകൊണ്ട് പോരുന്ന ഒരു മാതാവിനും പിതാവിനും മാത്രമുള്ളതായി നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്ത് കിട്ടണം. ചുമ്മാ ഇവർ പറഞ്ഞാൽ പോരാ. അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും ക്നാനായക്കാരല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നൊന്ന് കാണിച്ചു തരാമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും സീറോ മലബാർ ബൈലോസ് അനുസരിച്ചാണ് എല്ലാ പള്ളികളും പോകുന്നത്. അതുതന്നെയാണ് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനോട് യോജിക്കുന്നുണ്ട്. ആക്ച്വലി അതിനൊരു കമൻറ്റ് ഞാൻ പറയണം. ആക്ച്വലി ടോമിച്ചേട്ടൻ പറഞ്ഞത് വ്യക്തതയില്ല എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തതയില്ലെന്ന് പറയുന്നത് വളരെ ശരിയാണ്. കാരണം നമ്മൾ പല രീതിയിലുള്ള ഡെഫിനേഷൻസ് കഴിഞ്ഞ ഒരു 5-8 കൊല്ലമായിട്ട് പല രീതിയിലുള്ള ഡെഫിനേഷൻസ് നമ്മൾ പല പ്രാവശ്യം പലരിൽ നിന്നായിട്ട് കേട്ടിട്ടുണ്ട്. ഇതിലെന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നത് അങ്ങാടി പിതാവ് മാത്രമേ ഉള്ളൂ. സമുദായത്തിൽപ്പെട്ടവരെ അല്ലെങ്കിൽ സമൂഹത്തിൽപ്പെട്ടവരെ കുടുംബങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകുന്ന നമ്മുടെ കുട്ടികൾ തമ്മിൽ ബന്ധപ്പെടുന്നത് എന്നും അഭിലഷണീയമാണ്. അത് ക്നാനായ സമുദായത്തിൻ്റെ പ്രത്യേകതയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം എല്ലാ സമൂഹങ്ങളിലും അതിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മലബാർ സഭയിലാണെങ്കിലും മലങ്കര സഭയിലാണെങ്കിലും മറ്റേത് സമുദായം വളരെ പ്രത്യേകമായ ശ്രദ്ധിച്ചു വരുന്നൊരു കാര്യമാണ്. അതിൽ സവിശേഷത ക്നാനായ സമുദായമുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനത് പറയുക. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടേതായ രീതിയിൽ വളർത്തിക്കൊണ്ട് വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു. പക്ഷേ ചിലപ്പോൾ പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ അവർ മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുമ്പോൾ അവരെ പുറത്താക്കുന്ന ആ രീതിയോട് സഭ അനുകൂലിക്കുന്നില്ല, റോം അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് റോമിൽ നിന്ന് പ്രത്യേക നിർദ്ദേശങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെച്ചിട്ടുള്ളതുമാണ്. എല്ലാവർക്കും അത് ഏതാണ്ട് മനഃപ്പാടും അറിയാവുന്ന കാര്യമാണ്. അത് എൻ്റെ കണ്ടുപിടുത്തമല്ല, എൻ്റെ താല്പര്യവുമല്ല. പക്ഷേ ഞാൻ മെത്രാനായിട്ട് പേരിൽ അത് നടപ്പിലാക്കണമെങ്കിൽ അതനുസരിച്ച് പോകുവാനേ എനിക്ക് നിർവാഹമുള്ളൂ. ആ സാഹചര്യം നിങ്ങൾ ഓരോരുത്തരും വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഉതകുന്ന രീതിയിൽ നമ്മുടെ സമൂഹങ്ങളിൽ നാനാ മിഷനുകളിൽ പ്രത്യേകമായ സംവിധാനങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം വളരെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തി കുടുംബങ്ങളിലെ പുരുഷന്മാരിൽ ആൺകുട്ടികൾ
പുറത്തുള്ള സമുദായത്തിൽ നിന്ന് പെൺകുട്ടികളെ വിവാഹം ചെയ്യിച്ചാൽ അവരെ കുടുംബത്തിൽ നമുക്ക് പുറത്താക്കാൻ നിർവാഹമില്ല. വീട്ടുപേര് അത് തന്നെയായിരിക്കും. അവിടെ നിന്നുണ്ടാകുന്ന മക്കൾക്ക് നമ്മുടെ കുടുംബവും അവകാശങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം തുടരുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുടുംബത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ പള്ളിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നതിൽ വിശ്വാസ സമൂഹത്തിന് അത് സ്വീകാര്യമായി വരികയില്ല. കാരണം അങ്ങാടി പിതാവ് അന്നും ഇന്നും ഒരേ കാര്യമാണ് പറയുന്നത്. കാരണം എനിക്ക് റോമിൻ്റെ ഓർഡർ അനുസരിച്ചേ പോകാൻ പറ്റൂ, അതനുസരിച്ച് എൻഡോഗമസ് ആയിട്ടുള്ള ഇടവകകൾ ഗ്രാനായക്കാർക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് അങ്ങാടി പിതാവ് 2002 പറഞ്ഞു, 4 പറഞ്ഞു, 2012 പറഞ്ഞു. അപ്പം അങ്ങാടി പിതാവ് അങ്ങനെ പറഞ്ഞെങ്കിലും പലപ്പോഴും നമ്മളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയല്ല, നമ്മളുടെ ഓൺ ഒരു നിർവചനം കൊടുക്കുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സാധാരണ ആൾക്കാരുടെ മനസ്സിൽ ഇന്നും ഒരു കൺഫ്യൂഷൻ ഉള്ളതും വ്യക്തതയില്ലാത്തത്. അങ്ങനെയുള്ള അഭിപ്രായങ്ങളും ആൻസേഴ്സും വളരെ മിസ്ലീഡിംഗ് ഉണ്ട്. ഒരു പരിധിവരെ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതൊരു ഞാൻ വേറെ രീതിയിൽ പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഡിസയർ എന്ന് വേണമെങ്കിൽ പറയാം. ആഗ്രഹം അതാണ്, അതത്ര അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ റിയാലിറ്റി അതല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ ആത്മീയത എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ആത്മീയപരമായ ഒരു വശമുണ്ട്. നമ്മളതിനെ വിമർശിക്കാൻ ഇവിടെ തയ്യാറൊന്നുമല്ല. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സംഘടന, അതുപോലെ തന്നെ ആത്മീയ നേതൃത്വം, അവർ ആത്മീയപരമായ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് വശവും ഏതാണ്ട് സാറ്റിസ്ഫൈ ചെയ്ത് പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം സമുദായ നേതൃത്വത്തിലുള്ളവർ സമുദായത്തെ ഫോക്കസ് ചെയ്യുകയും ആത്മീയ നേതൃത്വത്തിലുള്ളവർ ആത്മീയപരമായ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധികൾ പലതും മാറി കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് തന്നെയല്ല, വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തതയാണ് ആവശ്യം. അതായത് ഒരു പള്ളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മീയമായ വളർച്ചയാണെന്നും സമുദായികപരമായ വളർച്ചയല്ലെന്നും, ഇനി അതാണ് പള്ളികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് പറ്റിയ ഒരു സ്ട്രക്ചർ നമുക്ക് പള്ളിക്കില്ല എന്ന് മനസ്സിലാക്കുന്നതിലുമാണ് ആൾക്കാർ മനസ്സിലാക്കുന്നതിലാണ് അതിൻ്റെ വ്യത്യാസം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സംഘടനകളുടെ പ്രസക്തി. ഇപ്പം കേരളത്തിലെ കോട്ടയം രൂപത പോലൊരു സിറ്റുവേഷൻ നമുക്കിന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പള്ളികൾക്ക് സമുദായത്തിൻ്റെ വളർച്ചയിൽ 100% ആക്ച്വലി അവർക്ക് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ന് അതിനുള്ള ലിമിറ്റേഷൻ അൺഫോർച്ചുനേറ്റ്ലി നമുക്കുണ്ട്. അവിടെയാണ് സംഘടനകളുടെ പ്രസക്തി. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അമേരിക്കയെ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ലോകത്ത് എവിടെ ഗ്രാനായക്കാരുണ്ടെങ്കിലും സംഘടനകൾ കൂടി മാത്രമേ ഉള്ളൂ ഗ്രാനായ ഐഡൻറ്റിറ്റി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇനി മുമ്പോട്ട് പോകുമ്പോഴും ആ സംഘടനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതും വളരെ അത്യാവശ്യമാണ്. കാരണം 60 രാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പണ്ട് കേരളത്തിലായിരുന്നപ്പോൾ ഒരു നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിൽ കിടന്ന കമ്മ്യൂണിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഇന്ന് അത് എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി അസോസിയേഷനുകൾ കൂടുതൽ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യം ലോകം മുഴുവനുള്ള ഓർഗനൈസേഷൻസ്. അത് നമ്മുടെ യുവജനങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും കല്യാണം കഴിക്കാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ടാകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ KCCNA 2004 അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പാസ്സാക്കിയത് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ വാട്ടർ ഡൗൺ ആയിട്ടുള്ള മെഷീനുകളെ നമ്മൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ അന്ന് ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് മെഷീനുകൾ മെമ്പർഷിപ്പ് ക്രൈറ്റീരിയ പബ്ലിഷ് ചെയ്യാതെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു നമ്മൾ അന്ന് 2004 തീരുമാനിച്ചത്. അതിനുശേഷം 2008 നമ്മൾ തീരുമാനിച്ചത്, അതായത് യാതൊരു കാരണവശാലും വെള്ളം ചേർക്കുന്ന ഒരു സംവിധാനത്തോട് KCCNA അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. വെള്ളം ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്ന് കല്യാണം കഴിച്ചവർ, അതായത് ഗ്രാനായക്കാരല്ലാത്തവർ, നമ്മളിന്ന് അറിയുന്ന ഗ്രാനായക്കാരെന്ന് പറയുന്നത് ഗ്രാനായ പേരൻസിൽ നിന്ന് ജനിച്ചവരാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്തവരെ ഉൾക്കൊള്ളുന്ന ഒരു സഭാ സംവിധാനത്തോട് KCCNA യോജിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് 2012 വീണ്ടും നമ്മളതിനെ ക്ലാരിഫൈ ചെയ്തു. അതായത് KCCNA സംബന്ധിച്ചിടത്തോളം ജ്ഞാനായ പള്ളികൾ ജ്ഞാനായക്കാർക്ക് വേണ്ടിയുള്ള മാത്രം ആയിരിക്കണം. അതായത് ജ്ഞാനായക്കാരുടെ ആഗ്രഹം എന്ന് പറയുന്നത് നോർത്തോയിലെ ജ്ഞാനായക്കാർ. എന്നാൽ അന്ന് ഈ കൺഫ്യൂഷൻസ് ഉള്ളതുകൊണ്ട് ഈ ജ്ഞാനായ പള്ളികളിലെ മെമ്പേഴ്സ് ആരാണെന്ന് ഡിഫൈൻ ചെയ്തു തരാനുള്ള ഉത്തരവാദിത്വം ജ്ഞാനായ റീജിയനാണ് എന്ന് നമ്മൾ പാസ്സാക്കുകയാണ്. അതുപോലെ ഇപ്പം ജ്ഞാനായ റീജിയൻ അത് ക്ലാരിഫൈ ചെയ്ത് തന്നിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും തന്നിട്ടില്ല. കാരണം എന്താണെന്നുള്ളത് അത് നമുക്കറിയത്തില്ല. നമ്മൾ ലെറ്റർ അയച്ചിട്ടുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളുടെ ആത്മീയ നേതൃത്വം ഒരു രീതിയിലുള്ള മെമ്പർഷിപ്പാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നു. വേറെ അങ്ങാടി പിതാവ് പറയുന്നു അങ്ങനെയല്ല, റോമിൻ്റെ നിയമം അനുസരിച്ച് എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉള്ളത്. നമ്മൾ കൺവെൻഷനിൽ പാസ്സാക്കിയെന്ന് പറയുന്നത് 86 റീസ്ക്രിപ്റ്റിനെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് കൺവെൻഷനിൽ പാസ്സാക്കിയത്. ആ സ്ക്രിപ്റ്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന, അതായത് പുറത്തുനിന്ന് കല്യാണം കഴിക്കുന്നവരെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന പരിപാടി അമേരിക്കയിൽ അനുവദനീയമല്ല എന്നാണ് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നത്.
ആ റെസ്ക്രിപ്റ്റിനെ നമ്മൾ അംഗീകരിക്കില്ല എന്നാണ് 3000 പേരിരുന്ന കൺവെൻഷനിൽ യുനാനിമസ് ആയിട്ട് പാസ്സാക്കിയത്. ഇതിനെപ്പറ്റി ടോമി ജാക്കബ്രത്തിന് എന്ത് പറയുന്നത്? ഈ റെസ്ക്രിപ്റ്റ് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് സംഘടനാപരമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. ഓക്കെ, അതൊന്ന്. രണ്ടാമത് ആ ചോദ്യത്തിലൊരു ധ്വനി ഉണ്ടായിരുന്നു, സഹകരിക്കില്ല എന്നുള്ള, നോൺ എൻഡോഗോസ് ആയിട്ടുള്ള പള്ളികളോട് സഹകരിക്കുമോ എന്നൊരു ചോദ്യം അതിനകത്തൊരു ധ്വനി ഉണ്ടായിരുന്നു. അതിനൊരു മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ തികച്ചും വ്യക്തിപരമാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അത് സംഘടനാപരമായിട്ട് നമ്മൾ ഒരു പള്ളിയെ എതിർക്കാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് പള്ളിയിൽ ആത്മീയപരമായ ഒരു സുഖം കിട്ടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരതിന് പോവുക, അതിനൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങളെ മാത്രമേ ഇവിടെ ചോദ്യം ചെയ്യുന്നുള്ളൂ. അടിസ്ഥാനപരമായ നമ്മുടെ നിലനിൽപ്പിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. എൻഡോഗമസ് ആയിട്ടുള്ള ഈ നിലനിൽപ്പിനെയാണ് ചോദ്യം, അതിന് ചോദ്യചിഹ്നമായിട്ട് വരുന്ന സഭാ സംവിധാനങ്ങളോടാണ് നമുക്ക് എതിർപ്പ്. ഓക്കെ, അതിന് നമ്മൾ എങ്ങനെ നേരിടാൻ പോകുന്നത്? നേരിടാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കോട്ടയം, പിന്നെ നമ്മുടെ കോട്ടയത്തെ രൂപതയുടെ ഭരണക്രമം അനുസരിച്ചുള്ള അതേ സംവിധാനത്തിലുള്ള സഭാ സംവിധാനങ്ങൾ അമേരിക്കയിൽ വരുന്നതിനോട് നമ്മൾ തീർച്ചയായിട്ടും അതിനുവേണ്ട സഹകരണങ്ങൾ KCCയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ കാനായക്കാരും കോട്ടയം രൂപതയുടെ കീഴിൽ വരണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ ഒരു എൻഡോഗമസ് ആ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആ കൂട്ടായ്മ നിലനിർത്താനകത്ത് മായം ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകും. തന്നെയല്ല നമ്മുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഒരു സംഘടനയോ അല്ലെങ്കിൽ സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോ ഒരു പള്ളിക്കാരും എതിരൊന്നുമല്ല. കാരണം പള്ളി എന്ന് പറയുന്നത് തോമച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അതൊരു ഏത് പള്ളിയിൽ പോകണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ഇതൊക്കെ ഓരോ വ്യക്തിയുടെ തീരുമാനത്തിലാണ്. അത് നമുക്കാർക്കും കൺട്രോൾ ചെയ്യാനോ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് ആ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുക. അപ്പം അത് അല്ല ഇതിനകത്തുള്ള പ്രശ്നം. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആൾക്കാർ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇതാണ്, എന്താണ് സംഘടനയുടെ പ്രസക്തി. ആ പ്രസക്തി എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞതുപോലെ ഈ കമ്മ്യൂണിറ്റിയുടെ ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി ഈ സംഘടനകൾ ആവശ്യമാണ്. കാരണം ഇന്ന് സംഘടനകൾ മാത്രം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിന് ഈ പറയുന്ന റിസ്ക്രിപ്റ്റ് ഒന്നും ബാധകമല്ല. കാരണം സംഘടനയുടെ മെമ്പർഷിപ്പ് ഡിഫൈൻ ചെയ്യുക, ആ മെമ്പർഷിപ്പ് അനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റിയുടെ ലോങ് ടേം സർവൈവലിന് അത് അത്യാവശ്യമാണെന്ന് പറയുന്നത്.